ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ വന്നിരിക്കുന്നത് ഒരു വിൻറ്റേജ് നോട്ട്ബുക്ക് മേക്കിങ്ങുമായിട്ടാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്ക് എങ്ങനെ വീട്ടിലെ വിൻറ്റേജ് നോട്ട്ബുക്ക് ഉണ്ടാക്കിയെടുക്കാം നോക്കാം. അവർക്കും എഴുതുന്നവർക്കും അതുപോലെ ഇതിൽ പിക്ക് വെച്ചിട്ട് മെമ്മറീസ് ഡയറി പോലെ സൂക്ഷിക്കുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആവും കേട്ടോ ഈ ബുക്ക്. ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഞാനൊരു A4 പേപ്പർ 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. A4ലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പേപ്പറിൽ നിന്ന് നമുക്ക് 4 പീസ്, അതായത് 2 പേജാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 2 പേജ് അതുപോലെ കട്ട് ചെയ്ത് ഒരു ബുക്ക് രൂപത്തിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ 2 സൈഡല്ല 3 സൈഡും നമുക്കിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു ഷേപ്പില്ലാത്ത രൂപത്തിൽ ഇങ്ങനെ വെറുതെ ചുമ്മാ അങ്ങനെ സൈഡ് മുഴുവൻ ഇങ്ങനെ കട്ട് ചെയ്ത് കണ്ട് ഈ ഒരു രൂപത്തിലാക്കി കൊടുക്കാം. പ്രത്യേക ഒരു ഷേപ്പ് വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതുപോലെ ഇങ്ങനെ കട്ട് ചെയ്താൽ മതിയാവും കേട്ടോ. ഇതുപോലെ എല്ലതും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ഇതുപോലെ എല്ലതും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ട്രൈ എടുത്തു. അതിലേക്ക് ഞാൻ കുറച്ച് കോഫി വെള്ളത്തിലിട്ട് ജസ്റ്റ് ചൂടാക്കി തണുത്തിട്ട് എടുത്ത് മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഓരോ പേപ്പർ വീതം താഴ്ത്തിയിട്ട് പഴയ കാലത്ത് ആ ഒരു രീതിയിലുള്ള നോട്ട്ബുക്കിൻ്റെ ആ ഒരു കളറാക്കി എടുക്കുകയാണ്. നമ്മൾ ആ ഒരു ബ്രൗൺ ഷെയ്ഡുള്ള പേപ്പറാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്ന് ഇതിലേക്ക് ഇതുപോലെ താഴ്ത്തി നന്നായിട്ട് പ്രസ് ചെയ്ത് താഴ്ത്തിയിട്ട് കീറാതെ നോക്കണേ. അപ്പം നമുക്കിത് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു 5 സെക്കൻഡൊക്കെ വെള്ളത്തിലിട്ടാൽ മതിയാവും. എന്നിട്ട് ഒരു അരമണിക്കൂർ ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം. നല്ല വെയിലത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അപ്പം ഞാനിപ്പോൾ റിയൽ കോഫി പൊടിച്ചെടുത്ത വെള്ളമാണിത്. അതുകൊണ്ട് ഇതിൻ്റെ അത്ര തന്നെ കളർ കിട്ടിയിട്ടില്ല. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കോഫി ആവുമ്പോൾ നല്ല കളർ കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഞാൻ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുത്തതാണ്. ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കോഫി പൗഡർ ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് എല്ലാ പേപ്പേഴ്സും കൂടി ഒന്ന് പൊടി തട്ടിയെടുക്കാം. ഈ കോഫി പൗഡറിൻ്റെ പൊടി നന്നായിട്ട് തട്ടിയെടുക്കാം. ഇനി എല്ലാം കൂടി നോട്ട്ബുക്കിൻ്റെ രൂപത്തിലാക്കി മടക്കിയെടുക്കാം. എനിക്ക് 28 പേപ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ഞാൻ അടുത്തായിട്ട് ഇതിന് ചട്ട നോക്കാം. ചട്ടയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ലെതറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലെതറിൻ്റെ ബാഗാണ് എടുത്ത് അതിൻ്റെ ബാക്ക് സൈഡ്, അതായത് ഓൾഡ് യൂസിങ് ഇല്ലാത്ത ബാഗിൻ്റെ ഒരു ബാക്ക് സൈഡാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ ലെതറായിരിക്കും നന്നായിരിക്കും, അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്തത്. ഇതിൻ്റെ സിബുള്ള ഒരു ഏരിയ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇനി നമുക്കൊരു പഴയ നോട്ട്ബുക്കിൻ്റെ ഒരു ചട്ടയുടെ ആവശ്യമുണ്ട്. അതിൽ നമ്മുടെ പേജിൻ്റെ ആ ഒരു സൈസിൽ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കണ്ട് 2 പീസ് എടുക്കാം കേട്ടോ. നമ്മുടെ പേജിൻ്റെ ആ ഒരു സൈസിൽ 2 പീസ് എടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ആ ഒരു ചട്ട പീസ് നമുക്ക് ലെതറിൽ കുറച്ച് വിട്ട് വെച്ച് കൊടുക്കാം. അതായത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ലെതർ ഒന്ന് സ്ക്വയറിൽ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ചട്ട പീസ് നമുക്ക് ഗ്ലൂ ഗമ്മ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഗണ്ണില്ലാത്തവർ ഒട്ടിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കേണ്ട. ഞാൻ എൻ്റെ ഗണ്ണ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ലൈറ്റർ ഉപയോഗിച്ച് ഉരുക്കിയിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് 4 സൈഡും നമുക്ക് നോട്ട്ബുക്കിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ മടക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പേജ് എടുത്തിട്ട് ഇതിവിടെ സാധാരണ ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ആ ഒരു ഭാഗം നമുക്കൊന്ന് വൃത്തിയായിട്ട് കാണാൻ. അപ്പോൾ ഞാനിപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മുടെ പേപ്പേഴ്സ് നമുക്ക് എടുക്കാം. എന്നിട്ട് എല്ലാ പേപ്പേഴ്സിനും നമ്മൾ 5 വീതം നമുക്ക് എടുക്കാം. 5 വീതം എടുത്തിട്ട് ആദ്യം നമ്മൾ ഒരു പേപ്പർ നമ്മൾ ഓപ്പൺ ചെയ്യാം. അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ഗമ്മ് ജസ്റ്റ് ഒന്ന് കട്ടി കുറഞ്ഞ രീതിയിലൊന്ന് ഇട്ട് കൊടുക്കാം. അതായത് ഇതുപോലെ ഒരു ലൈന്. എന്നിട്ട് അടുത്ത പേപ്പർ എടുക്കുക, ഓപ്പൺ ചെയ്യുക, അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ അടുത്ത ഗമ്മ് തേച്ച് കൊടുക്കുക. അങ്ങനെ അടുത്ത പേപ്പർ എടുക്കുക, വീണ്ടും ഓപ്പൺ ചെയ്ത് അതുപോലെ വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ 5 വീതമാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ എല്ലാ പേപ്പേഴ്സും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ലൈറ്റർ ഉപയോഗിച്ച് ഓരോ പേജിൻ്റെയും നമ്മുടെ ഓരോ
ഇപ്പോൾ പാർട്ട് ഉണ്ടല്ലോ, ഓരോ പാർട്ടിലും നമുക്ക് ലൈറ്റർ ഉപയോഗിച്ച് ഇങ്ങനെ ഉരുക്കി കൊടുക്കാം. കത്തിപ്പോവാതെ നോക്കാം. ഇത് ഓപ്ഷണലാണ്, ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അത് പാർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ പാർട്ടുകൾ നമുക്ക് ഇനി ഒരുമിച്ച് വെക്കാം കേട്ടോ. നോട്ട്ബുക്ക് രൂപത്തിലാണ് ഇപ്പോൾ ഓരോ പാർട്ട്. എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് വെച്ചിട്ട് ഇതാ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം, ഈ ഭാഗത്ത് നമുക്ക് നന്നായിട്ട് ഗമ്മൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈവിരലിൽ വെച്ചിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം നമുക്ക് പുരട്ടി കൊടുക്കാൻ കേട്ടോ. ഒരു കൈ നന്നായിട്ട് പ്രസ് ചെയ്ത് നോട്ട്ബുക്കിൽ വെക്കുക. എന്നിട്ട് മറ്റേ ഒരു ഫിംഗർ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഗമ്മ് പുരട്ടി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് കനത്തിലുള്ള എന്തെങ്കിലും ഒന്ന് കയറ്റി വെക്കാം കേട്ടോ. നന്നായിട്ട് കനം വരുന്ന രീതി എന്തെങ്കിലും ഒന്ന് കയറ്റി വെക്കാം. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് എടുക്കാം. അപ്പം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ ചട്ടയുടെ നടുക്ക്, അതായത് അതിൻ്റെ ഒരു സെൻറ്ററിൽ നമുക്ക് ഗമ്മ് തേച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു നോട്ട്ബുക്ക് നമുക്കിതിൻ്റെ നടുക്ക് വെച്ച് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും നമുക്ക് കനത്തിലുള്ള അതെന്തെങ്കിലും വെച്ചിട്ട് ഉണങ്ങിയതിന് ശേഷം എടുക്കുക. നമ്മുടെ നോട്ട്ബുക്ക് ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. പേജൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പേജൊക്കെ എല്ലായിടത്തും ഒട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് ഞാനിതിൽ ഒരു സീക്വൻസിൻ്റെ ചെറിയൊരു ലെൻസ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പുറത്ത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡിസൈൻ ചെയ്യാം. പിന്നെ ഒരു ഫ്ലവർ വേണമെങ്കിൽ വെക്കണം എന്നുള്ളവർക്ക് വെച്ച് കൊടുക്കാം. ഞാൻ വെക്കുന്നില്ല, ഞാൻ ലേസ് മാത്രമേ വെക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ ഇതിൻ്റെ ഒരു മുകളിൽ ചെറിയൊരു ഡോളിൻ്റെ ഒരു ഇതുകൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിൻറ്റേജ് നോട്ട്ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കുകളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒക്കെ താഴെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നമുക്കിതിൽ പല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിൽ കുറിച്ച് വെക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ മെമ്മറീസ് ഡയറിയായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നോട്ട്സായിട്ട് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ പിക്കുകൾ, ചെറിയ ചെറിയ പിക്കൊക്കെ വെച്ചിട്ട് ഇതിൽ പലതും മെമ്മറീസൊക്കെ കുറിച്ച് വെക്കാൻ പറ്റും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ ചെന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്ത് കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. ഇനിയൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾ ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.